ആരാണ് ഈ മരത്തിൽ 2 വാഴ വെച്ച് കെട്ടിക്കുന്നത്? അല്ല, ഈ മര വാഴ എന്ന് ഉദ്ദേശിക്കുന്നതാണോ ഈ പറഞ്ഞത്? ഓ, ഇതാണ് മരവാഴ. മരവാഴകൾ എല്ലാം മരത്തിലെ ആൾക്കാരുണ്ടോ? ഞാൻ കണ്ടില്ല. ചേച്ചി എനിക്കൊരു കാര്യം പറഞ്ഞു. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മുടെ നാട്ടില് ഉത്സവത്തിന് കഴിഞ്ഞ വർഷമാണോ ചേട്ടാ? ഇല്ല, കഴിഞ്ഞ വർഷം തങ്കച്ചേട്ടനെ ഒരു ഉത്സവത്തിൽ കെട്ടിയിട്ട് ഉത്സവം കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞ ശേഷം എന്താ ചേട്ടൻ ചോദിച്ചു നോക്ക്. എനിക്ക് അതിന് അന്തസ്സുണ്ട്. എന്നെ പരിപാടി കഴിഞ്ഞിട്ടാണ് കെട്ടിയിട്ടത്, അല്ലാതെ അതിന്റെ വാറ്റ് പൊക്കിയിട്ട് മറ്റേ റബ്ബറിൽ കെട്ടിയിട്ടല്ല. കുറെ നാളായി കെട്ടിയിട്ട് പറഞ്ഞ എപ്പ കെട്ടിയിട്ട് കണ്ണുണ്ടോ ഇട്ടോണ്ടാ? കണ്ടോണ്ടാ എന്റെ അച്ഛനെ കെട്ടിട്ടത്? പറ, നീ മേലെ എന്റെ അച്ഛനെ പറഞ്ഞോ. ഇതാരാ? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ? അവലക്ഷണം തുളുമ്പുന്ന മുഖം, അഴിഞ്ഞു വീണ വിഗിന്റെ ഭാരം, പിന്നെ വാക്കിലും നടത്തത്തിലും വാറ്റിന്റെ മണം. ഇതാരാ? ആരുടെ അടുത്ത് വാറ്റുകാരിയ? അങ്ങനെയൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം. ഇതാ പറഞ്ഞോട്ട് വാറ്റ് നടത്തി കിടന്ന സതീശന്റെ കരിപ്പട്ടി സതീശന്റെ മോള് അനിമോള്. നാടകം തീർന്നോ? സന്തോഷായോ? ഇവിടെ അച്ഛനെ വിളി കേട്ടാലും വേണ്ടില്ല, ക്ലോസ് കിട്ടിയാൽ മതി. ഇതിൽ ആരൊക്കെ മരം കയറിയിട്ടുണ്ട് കുട്ടിക്കാലത്ത്? ഐഷ് മരം കയറൂല, തേങ്ങ ഇടണമെന്ന് പറയുമ്പോ തെങ്ങയിലൊരൊറ്റ ചവിട്ട തേങ്ങ താഴെ. ഇപ്പോഴും ബിരീഷ് പറഞ്ഞ ഞാൻ മുള്ളു മുറുക്കി കയറിയിട്ടുണ്ട്. ഞാൻ തെങ്ങ് മരത്തിൽ കയറുന്നുണ്ട്, തേങ്ങ മരത്തില്. അവൻ തെങ്ങുമ കയറി എന്തിനാ മനസ്സിലായോ? ആൾമറ ഇല്ലാത്തൊരു കുളിമുറി അപ്പുറത്തുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റാർ മാജിക്കില് അപ്പൊ നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് കുട്ടിക്കുരങ്ങേ തട്ടിക്കുരങ്ങേ. പൊളിഞ്ഞ നാടകവുമായി അടുത്ത പൊളിഞ്ഞ നാടകമല്ല, അടുത്ത ഉദ്ഘാടനം പിടിച്ചിട്ട് പോകണം. എല്ലാത്തിലും 1ാം സമ്മാനം നേടിയ ആ ഒരു പൊടിമീശക്കാരനായ മുതുക്കനെ ഞാനും ശ്രദ്ധിച്ചിരുന്നു. ഫുള്ള് പറഞ്ഞോ, എനിക്കത് അറിഞ്ഞൂടാ. ഞാൻ മെഴുകുപോലെ ഇവിടെ നിൽക്കും കേട്ടോ. കേട്ടോ, ആ മുതുക്കനെ ഞാനും ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് നീ എവിടെ കാണും? എന്നിട്ട് നീ എവിടെ നിൽക്കും? ഞാൻ ഇവിടെ തന്നെ കാണും. എന്നിട്ട് ചേട്ടാ ഒരു കാര്യം ചെയ്യ്, ചേട്ടാ ഇതിൽ കയറി ഇരുന്ന മരം കൊത്തിയിട്ട് നമുക്ക് കാണാം. എന്തൊരു ഡയലോഗ് പകുതി വഴിയിൽ നിന്ന് പോയത്? കിട്ടില്ല, ഇവിടെ കിട്ടില്ല. ബാറ്ററി ഓഫ് ആയോ? ബാറ്ററി ഓഫ് ആയി. അവിടുത്തെ ദൈവങ്ങൾ കൊടുത്തില്ല. ഇന്നേറെ പറഞ്ഞത് ചില സമയത്ത് കത്താറില്ല അവനെ പോലെ. അതുപോലെ മാറ്റി കൊടുക്കൂട്ടോ. ശരി, ഓക്കെ. സ്റ്റാർ മാജിക് എന്താ ടീമേ? ഇവര് രണ്ടുപേരും കയറ്റിയാലേ രണ്ടും പൊങ്കേറിയിക്കണ പോലെ തോന്നുന്നു. ആരെ രണ്ടുപേരെ? തങ്കച്ചൻ ചേട്ടനെയും അനുമോളെയും. ശരി, അതിന് ഞാനിപ്പോ എന്ത് വേണം? ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വന്നതിൽ വല്ല അബദ്ധമായി അങ്ങനെ വല്ല തോന്നുന്നുണ്ടോ? വരണ്ടായിരുന്നു എന്ന് തോന്നുന്നു. തങ്കച്ചേട്ടന്റെ ഒരു സ്കിറ്റ് ഉണ്ട്, അത് കഴിയുമ്പോ മനസ്സിലായിക്കോളും. അയാളുടെ സ്കിറ്റ് ഇല്ലേ ഇവിടെ? എനിക്കോ? ഇല്ല, പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ, അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ആ സ്കിറ്റ് അല്ല, എന്റെ പാർട്ട്ണർ ആണല്ലോ, അപ്പൊ പാർട്ട്ണർക്ക് തോന്നുന്ന ഒരു ഇത്. പറഞ്ഞിട്ടുള്ള നിന്നെ അല്ല, എനിക്ക് ഓസ്ട്രേലിയയിലുള്ള എന്റെ ഷവർലറ്റ് ഉണ്ട്. എന്നും എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഓസിന് വാങ്ങിച്ചു കുടിക്കും. ചേരപ്പള്ളിയിലുള്ള നിന്നെ ഇനി വേണ്ട, ഓസ്ട്രേലിയയിലുള്ള ഷവർലറ്റ് ഉണ്ട്. സ്പീക്കിംഗ് പറ. ഓസ്ട്രേലിയയിലെ കാഴ്ച ബംഗ്ലാവില് ഏതൊരു മൃഗം പോയിന്ന് പറഞ്ഞില്ലേ? മൃഗത്തിന്റെ കുട്ടിക്കൊരങ്ങനെ പകരം കൊണ്ടിടാൻ വേണ്ടിട്ട് ഇല്ലല്ലോ. എന്റെ അച്ഛന്റെ പേര് പറഞ്ഞ എപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടിട്ട് സ്വന്തമായിട്ട് പറഞ്ഞ് എന്തെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. എപ്പോ കോമഡി ഒന്നും കിട്ടാതെ പറയട്ടെ, ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ എന്റെ അച്ഛന്റെ പേരും ഈ വാറ്റ് ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും പറയാൻ നോക്കും. നല്ല കോമഡി പറയാൻ പടി. ഞാൻ പറയുന്നുണ്ട് ഇത് ഉള്ളതുകൊണ്ടാണ് നിന്നെ വിളിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കൂ. സ്റ്റാർ മാജിക്കിന്റെ സെറ്റ് അപ്പുറത്തേക്ക് മാറ്റിയല്ലോ. ഇന്ന് മുതൽ എന്റെ അച്ഛനെ സതീശൻ സാർ എന്ന് പറയണം. ഞാൻ ഇന്നുവരെ വാറ്റുകാരൻ ഞാൻ സാറേന്ന് വിളിച്ചിട്ടില്ല. നടക്കാതെ പോകുന്ന കല്യാണത്തിലെ ഒരു അമ്മായച്ചനെ നീ ഇങ്ങനെ കളിയാക്കുന്നത്?